അമരവലം പഞ്ചായത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ കരടി ശല്യം രൂക്ഷമാകുന്നു. വന്യജീവികളുടെ നിരന്തരമായ ആക്രമണത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശത്തെ കർഷകരും പൊതുജനങ്ങളും. നമുക്കറിയാം മൃഗങ്ങളുടെ വളരെ ശല്യം ഈ ഏരിയയിൽ ഏലക്കല്ല്, ഉണ്ണിക്കുളം, അതുപോലെ തന്നെ പൊന്നാങ്കല്ല് ഭാഗത്ത് കൂടെയൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കരടിയെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി എൻ്റെ സ്ഥലത്ത് ഇവിടെ ഈ റബ്ബറിന്റെ ഇടയിൽ പുറത്തുള്ള ഒരാൾ, കവളയിലുള്ള രാജൻ എന്ന് പറയുന്ന ആള് 40ഓളം തേനീച്ചപ്പെട്ടികൾ വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പാടത്തേക്ക് ഇറങ്ങിയപ്പം സ്ഥിരമായിട്ട് പന്നി വരുന്നതാണ്, കവുങ്ങൊക്കെ നാശാക്കുന്നത്. അപ്പോൾ അത് നാശാക്കിയിട്ടോ നോക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോൾ 18 തേനീച്ചപ്പെട്ടികൾ ഫുള്ള് തകർത്ത് അതിൻ്റെ പലകളും എല്ലാം വേറെടുത്തി ആകെ നാശാക്കിയിരിക്കുകയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിവിടെ രാവിലെ വന്നു, അവർ നോക്കിപ്പോയി. അത് നഷ്ടപരിഹാരം എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യും. പക്ഷെ എന്നാലും അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല. ഇപ്പൊ ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് അസംബ്ലി ഇലക്ഷന്റെ മുമ്പ് ഇവിടെ ആന ഇറങ്ങിയിരുന്നു. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഇവിടെ പന്നിന്റെ ശല്യം ഭയങ്കരമാണ്. എന്ത് ചെയ്തിട്ടും പന്നിക്ക് ഒരു കാര്യമല്ല. ഇപ്പൊ ഒരു ചെറിയ കവുങ്ങും തൈകൾ 2 വർഷമായിട്ട് നമ്മളൊക്കെ നനച്ചുണ്ടാക്കി ഒരു പാകത്തിലാകുന്ന കവുങ്ങും തൈകൾ ഒരു 10-15-20 എണ്ണത്തോളം 2 ദിവസം മുമ്പ് നാശാക്കിയിട്ടൊക്കെയാണ്. അതിന്റെ ഈ മുരട്ട് കടിച്ചുകാണ്ട് അതിന്റെ ഒരു മധുരം ഉണ്ടാവും, അതിനകത്ത് തിന്നിട്ട് അത് ഒഴിവാക്കി പോവുകയാണ്. ഇങ്ങനെ ഇതിനെ വളരെ പ്രയാസമാണ്, കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. വൈകുന്നേരമായ കുട്ടികളും അതുപോലെ തന്നെ ആൾക്കാർ പന്ത് കളിച്ച് ഒക്കെ കുട്ടികൾ വരെ മിനിഞ്ഞാന്ന് ഇവിടെ മോൾ ഭാഗത്തുനിന്ന് കരടിയെ കണ്ടു എന്ന് പറഞ്ഞു. രാവിലെ 6 മണിക്ക് കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നു. എന്ത് പറഞ്ഞാലും ഒരു സൗര ജീവിതം തകർക്കുന്ന രീതിയിലാണ് വന്യജീവികളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ചാനലിലൂടെ ഇതിന്റെ വാർത്തകൾ വരുമ്പം അന്ന് 1-2 ദിവസം ഒരു ചെറിയ സംരക്ഷണവും കാര്യങ്ങളും ഉണ്ടാവും ഉണ്ടാവുന്നല്ലാതെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അതുകൊണ്ട് കർഷകർക്ക് അവരുടെ ജീവനും സ്വത്തും സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ജീവനും സ്വത്തും അവർക്ക് സംരക്ഷണം കിട്ടണം. അതില്ലാത്തൊരവസ്ഥയാണെന്ന്. അതിന് വേണ്ട നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ കൃഷിയുടെ ഉടമസ്ഥർക്കൊക്കെ പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി ചുള്ളിയോട് ഉണ്ണിക്കുളത്തെ ഒരു റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ചിരുന്ന 18 തേൻപെട്ടികൾ കരടി തകർത്ത് തേൻ കുടിച്ച് നശിപ്പിച്ചു. കല്ലന്തോടൻ അബ്ദുറഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിൽ തേൻ കർഷകനായ കവളമുക്കട്ടയിലെ രാജൻ സ്ഥാപിച്ചിരുന്ന തേൻപെട്ടികളാണ് കരടി ആക്രമിച്ചത്. ഏതാനും മാസങ്ങൾക്ക് മുൻപും പ്രദേശത്ത് തേൻപെട്ടികൾ നശിപ്പിക്കപ്പെട്ടിരുന്നു. സ്ഥിരമായുള്ള ഈ ആക്രമണം കർഷകന് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രദേശത്ത് കരടി നിത്യസന്ദർശകനായതോടെ പൊതുജനങ്ങളുടെ സ്വൈരജീവിതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരിടത്ത് കാട്ടുപന്നി ശല്യവും മറുവശത്ത് കരടിയുടെ ഭീഷണിയുമായപ്പോൾ കർഷകർക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. രാത്രികാലങ്ങളിൽ ജോലി കഴിഞ്ഞ് വീടണയുന്നവർക്കും രാവിലെ ജോലിക്ക് പോകുന്നവർക്കും മദ്രസ വിദ്യാർത്ഥികൾക്കും കരടി ഭയം കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. കരടി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വനംവകുപ്പ് അധികൃതർ അടിയന്തിരമായി ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വനംവകുപ്പ് സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. അതേസമയം പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട വനംവകുപ്പ് അധികൃതർ പ്രദേശത്ത് രാത്രികാല പരിശോധന നടത്താമെന്ന് അറിയിച്ചു. KL 71 ന്യൂസ്, പൂക്കോട്ടുംപാടം.